നല്ലായിരുന്നു, പടം നല്ലായിരുന്നു. ലാസ്റ്റ് ആ സിനിമയ്ക്ക് ശേഷം വേറെ കണ്ടിട്ടൊന്നും ഇല്ലല്ലോ, അപ്പൊ ഇത് കൊള്ളായിരുന്നു. നസ്രിയ പുതിയൊരു നയൻതാര ആണോ എന്നൊരു ഡൗട്ട് ഉണ്ട്. ചെറിയ ചെറിയ കോമഡി ആയിട്ട് നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല, ബേസിലായതുകൊണ്ട് നമ്മൾ കോമഡി വിചാരിക്കും, പക്ഷെ അങ്ങനെ പെർഫോമൻസ് വൈസിട്ട് സിനിമ റെക്കോർഡൊക്കെ പോയതോളൂ, നമ്മൾ ഇതൊന്നും നോക്കാനുള്ള സമയം കിട്ടിയില്ല. കോമഡി ഒന്നുമല്ല, പക്ഷേ കണ്ടിരിക്കേണ്ട ഫിലിമാണ്. നെഗറ്റീവ് അടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇത് നല്ലൊരു ത്രില്ലിംഗ് മൂവിയിൽ അങ്ങനെ നെഗറ്റീവ് അടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ആൾക്കാർ എൻഗേജ് ചെയ്ത് ഇരിപ്പിക്കുന്നുള്ള കാര്യത്തിൽ അത് നിങ്ങൾ കണ്ടാൽ മതി, മനസ്സിലാവും. കൊള്ളാം, നല്ല പടമാണ്. നസ്രിയ നന്നായിട്ടുണ്ട്. കൊള്ളായിരുന്നു. ഫസ്റ്റ് ഹാഫ് വലിയ രസമില്ല, സെക്കൻഡ് ഹാഫ് കൊള്ളായിരുന്നു. നല്ല മൂവിയായിരുന്നു. നല്ല നല്ല കെമിസ്ട്രി ഉണ്ട്, എല്ലാം നല്ലതാ. ഞങ്ങൾക്ക് പോകാനുണ്ട്. നന്നായിരുന്നു, നല്ല കോംബോ ആയിരുന്നു, നന്നായിട്ടുണ്ട്. ഓക്കെ, നല്ല മൂവിയായിരുന്നു. നല്ല മൂവിയാണ്, നല്ല ത്രില്ലറാ. കോമഡി ഇല്ല. കൊള്ളാം, നല്ല മൂവിയാ. എല്ലാവരും അടിപൊളിയായിരുന്നു. കോമഡി അല്ല, സസ്പെൻസ് ആയിട്ടാ ഫുള്ള് അടിപൊളി. സൂപ്പർ മൂവിയാണ്. നസ്രിയ ബേസിൽ അടിപൊളിയായിട്ട്. കോമഡി കുറച്ചാണ്, വിചാരിക്കാത്ത ട്വിസ്റ്റ് ഉണ്ട്. നല്ല സസ്പെൻസ് ത്രില്ലറാണ്, സൂപ്പറാണ്. കോമഡി ഒന്നുമല്ല, പക്ഷേ കണ്ടിരിക്കേണ്ട ഫിലിമാണ്. ഒരു രക്ഷയില്ല, കിടിലം പെർഫോമൻസ്. നസ്രിയ സൂപ്പർ. ബേസിലിന് വലിയ റോൾ ഇല്ല, നസ്രിയാണ് കഥ കൊണ്ടുപോകുന്നത്. മെയിൻ റോൾ നസ്രി തന്നെയാണ്. ഒക്കെ ഞാൻ പറഞ്ഞു വെച്ചാൽ സ്പോയിലർ ആവും. അടിപൊളി പടം, നല്ലൊരു മർഡർ മിശ്രത്തിൽ ത്രില്ലറാണ്. നമുക്ക് പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. അവസാനം ക്ലൈമാക്സിലൊക്കെ ആകുമ്പം ഇതാണ് ട്വിസ്റ്റ് എന്നുള്ളത് ഒരു തരത്തിലും പിടിക്കാൻ പറ്റില്ല. നല്ല രീതിയിൽ നല്ല സ്ക്രീൻ പ്ലേ ചെയ്തിട്ടുണ്ട്, നല്ല ഡയറക്ഷൻ ചെയ്തു. പെർഫോമൻസ് വൈസിട്ട് സിനിമ റെക്കോർഡൊക്കെ പോയതോളൂ, നമ്മൾ ഇതൊന്നും നോക്കാനുള്ള സമയം കിട്ടിയില്ല. ഒരു രക്ഷയില്ല, ഗംഭീരം, അസാധ്യം. കാരണം എന്താ പറയുക, നസ്രിയ പുതിയൊരു നയൻതാര ആണോ എന്നൊരു ഡൗട്ട് ഉണ്ട്. കാരണം ഒറ്റയാൾ പോരാ, നസ്രിയയുടെ വൺ മാൻ ഷോ എന്ന് തന്നെ പറയണം. കോമഡി ഒന്നും അല്ല. നമ്മൾ ഫസ്റ്റ് ഹാഫ് തുടങ്ങുമ്പോൾ വളരെ സൈലൻ്റ് ആയിട്ട് പോകുന്നുണ്ട്, പക്ഷേ അപാര ട്വിസ്റ്റ്. ശരിക്കും ആ ഒരു ത്രില്ലിംഗ് മൂവ്മെൻറ്റ്സ് എന്ന് പറഞ്ഞാൽ സെക്കൻഡ് ഹാഫ് അൺബിലീവബിൾ. ആക്ച്വലി നമ്മൾ ഞെട്ടും. കാരണം എന്താ പറയുക, അമ്മാതിരി ട്വിസ്റ്റ് ഇതിനകത്ത് വന്നിട്ടുണ്ട്. ഒരു രക്ഷയില്ല, സൂപ്പർ. നല്ല സിനിമയായിരുന്നു. ഫസ്റ്റ് കുറച്ച് ലാഗ് ആണെങ്കിലും കുറച്ച് ഇൻ്റർവെലിനേഷൻ നല്ല ത്രില്ലിംഗ് ആണ്. നല്ല സിനിമയായിരുന്നു, എനിക്കിഷ്ടമായി. സെക്കൻഡ് ഹാഫാണ് കുറച്ചുകൂടെ എനിക്ക് ഇഷ്ടപ്പെട്ടത്. ത്രില്ലുണ്ടായിരുന്നു, നന്നായിട്ടുണ്ട്. ലാസ്റ്റ് ആ സിനിമയ്ക്ക് ശേഷം വേറെ കണ്ടിട്ടൊന്നും ഇല്ലല്ലോ, അപ്പോൾ ഇത് കൊള്ളായിരുന്നു, സെറ്റായിരുന്നു, എനിക്ക് നല്ല ഇഷ്ടം. അടിപൊളി പടം, വിചാരിക്കാത്ത ട്വിസ്റ്റും. സെക്കൻഡ് പാർട്ടാണ് കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. ഫസ്റ്റ് ഹാഫ് ചെറിയ ലാഗ് ഉണ്ടെങ്കിലും പക്ഷേ അടിപൊളി, പിടിച്ചിരുത്താനുള്ളതുണ്ട്. ചെറിയ ചെറിയ കോമഡി ആയിട്ട് നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല, ബേസിലായതുകൊണ്ട് നമ്മൾ കോമഡി വിചാരിക്കും, പക്ഷെ അങ്ങനത്തെ ഒരു പടമല്ല. സെറ്റ് അടിപൊളി പടം, നല്ല ട്വിസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. കൊടുത്ത പൈസയ്ക്ക് മുതലാ. കൊള്ളായിരുന്നു, ഇഷ്ടപ്പെട്ടു. നല്ല പടം, അടിപൊളി പടം. കോംബോ ഒക്കെ നൈസ് കോംബോയാണ്. ഒരു സസ്പെൻസ് ത്രില്ലർ എന്ന് പറയാം. കോമഡീസ് എന്നൊക്കെ പറയാം, സിറ്റുവേഷണൽ കോമഡീസും കാര്യങ്ങളൊക്കെയാണ്. ഒരു നല്ലൊരു സ്ലോമൺ ത്രില്ലറാണ് പടം. പിന്നെ ഫസ്റ്റ് ഹാഫ് കുറച്ച് ലാഗ് ഉണ്ട്, അല്ലാതെ നല്ലൊരു സിനിമയാണ്. ഇപ്പം ബേസിലിൻ്റെ ആണെങ്കിലും ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു റോളാണ്. കൊള്ളായിരുന്നു, നല്ല സിനിമയാണ്. കൊള്ളാം, നല്ല പടം. കോമഡി അല്ല, ത്രില്ലറാണ്. കണ്ടുനോക്കാം. ഇല്ല കണ്ടുനോക്ക്, കാണാനുള്ളതാണ്. നല്ല സിനിമയായിരുന്നു, നല്ലായിരുന്നു, പടം നല്ലായിരുന്നു. ക്ലൈമാക്സ് ഭയങ്കര സസ്പെൻസ് ആണ്, ത്രില്ലിംഗ് ആണ്, നന്നായിട്ടുണ്ട്, നല്ല രസമുണ്ട്. നല്ല മൂവിയായിരുന്നു. അവർ പറഞ്ഞതുപോലെ തന്നെ നന്നായിട്ട് വന്നിട്ടുണ്ട്. അത് നിങ്ങൾ കണ്ടാൽ മതി, മനസ്സിലാവും. തിയേറ്റർ വാച്ച് ചെയ്യേണ്ട മൂവി. ഈ വർഷത്തെ നല്ലൊരു ത്രില്ലർ മൂവിയായിരുന്നു. നൈസായിരുന്നു, സസ്പെൻസ് ആണ്. ക്ലൈമാക്സ് ഒട്ടും പ്രഡിക്റ്റബിൾ അല്ലായിരുന്നു പടം. കണ്ടുകൊണ്ടിരിക്കാൻ പറ്റും, നല്ല കിടിലം പടമാണ്. ക്ലൈമാക്സ് ആണ് കൂടുതൽ ഇഷ്ടപ്പെട്ടത്. ഫസ്റ്റ് ഹാഫും കുഴപ്പമില്ല, കണ്ടുകൊണ്ടിരിക്കാം. കോംബോ ഉള്ളായിരുന്നു. ആക്ച്വലി ഇതിൽ കോമഡി ഇടയ്ക്കിടയ്ക്ക് വർക്കാവുന്നുണ്ട്, ഇടയ്ക്കിടയ്ക്കേ ഉള്ളൂ കോമഡി. പിന്നെ കൂടുതലും ഇതാണ്, ത്രില്ലറാണ്, സീറ്റ് ടച്ച് ത്രില്ലർ എന്ന് വേണമെങ്കിൽ പറയാം. ഉറപ്പാണ്, അതിൽ ചോദ്യം. വർത്ത് വാച്ച് മൂവിയാണ്, തിയേറ്റർ എക്സ്പീരിയൻസ് ചെയ്യേണ്ട മൂവിയാണ്. നെഗറ്റീവ് അടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇത് നല്ലൊരു ത്രില്ലിംഗ് മൂവിയിൽ അങ്ങനെ നെഗറ്റീവ് അടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ആൾക്കാർ എൻഗേജ് ചെയ്ത് ഇരിപ്പിക്കുന്നുള്ള കാര്യത്തിൽ ഉറപ്പാണ്. ആൾക്കാർ എൻഗേജ്ഡ് ആവും മൂവി. ഫസ്റ്റ് ഹാഫ് ടുവേഴ്സ് ക്ലൈമാക്സ് പോകുമ്പോഴത്തേക്കും ഫുൾ എൻഗേജിങ് ആണ് പടം. പിന്നെ ടെക്നിക്കൽ സൈഡ് ആണെങ്കിലും നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. ബാക്ക്ഗ്രൗണ്ട് വർക്കാണെങ്കിലും സ്കോർ ആണെങ്കിലും നല്ല രീതിയിൽ ടുവേഴ്സ് ക്ലൈമാക്സ് എല്ലാം നല്ല രീതിയിൽ സ്കോർ ചെയ്തിട്ടുണ്ട്. സൂപ്പർ പടമായിരുന്നു, മസ്റ്റ് വാച്ച് പടം തന്നെയാണ്. തിയേറ്ററിൽ തന്നെ കാണേണ്ട പടമാണ്. നല്ല വിഷ്വൽസ്, ബാക്ക്ഗ്രൗണ്ട് സ്കോർ, കാര്യങ്ങൾ, പിന്നെ പെർഫോമൻസ് എല്ലാം ബെറ്റർ ആയിരുന്നു. നല്ല നൈസ് സ്ക്രീൻ പ്ലേ ആയിരുന്നു. സൂപ്പർ പടം, മസ്റ്റ് വാച്ച്.